ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ 4 മണി പലഹാരം എന്ന് ഏത് രീതിയിലും വിശേഷിപ്പിക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു 2-3 ഏത്തപ്പഴം കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കുന്ന ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 3 ഏത്തപ്പഴം ഞാൻ ഇതേപോലെ നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യ് ഒന്ന് നല്ലോണം ചുറ്റിച്ചതിന് ശേഷം നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്തിരിക്കുന്ന ഏത്തപ്പഴം അതിലേക്ക് ഇട്ടൊന്ന് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. നല്ല കളർ വ്യത്യാസം വരണമെന്നില്ല. ഈ ഏത്തപ്പഴത്തിൻ്റെ ഒരു ചുവയൊക്കെ ഒരു പച്ച ഇത് മാറി ഒരു വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 സെക്ഷനായിട്ട് ഇതേപോലെ നമ്മൾ തിരിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ തീരെ നൈസായിട്ട് അങ്ങ് ഇതാക്കി കൊടുക്കരുത്, കുറച്ചൊരു കട്ടി വേണം. പിന്നെ തിരിച്ചിടുമ്പോൾ അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്കൊരു 1/4 കപ്പ് മൈദപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് ഉപ്പ്, നമ്മളിതിലേക്ക് ഒരു 4-5 ഏലക്ക ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതോടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ മാവ് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ നമുക്ക് കട്ടിയായിട്ട് തോന്നുന്നുവെങ്കിൽ കുറച്ച് പാലൂടെ ഒഴിക്കുക, വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഏത്തപ്പഴം നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് വാട്ടി വെച്ചില്ലേ, ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് നാളികേരം ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ നെയ്യിൽ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അടച്ച് വെച്ച് എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിക്കുക. ഇപ്പോൾ ഈ സൈഡും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ റോൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെയധികം എളുപ്പമാണ്. എന്നാൽ കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നതിലും നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാം. കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്, അകത്ത് നല്ല ഫില്ലിങ്ങോടെ ഇരിക്കും. ഈ ഏത്തപ്പഴവും നാളികേരവും പഞ്ചസാരയുടെയൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് കൊടുത്താൽ മതിയാവും, അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.